ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ സ്കൂൾ ഫ്രണ്ട്സായിട്ട് മീറ്റപ്പ്. സ്കൂൾ ഫ്രണ്ട്സ് എന്ന് പറയുമ്പം അധികം ആരുമില്ല, ഞാനും റീനുവും സഫിനും. നമ്മൾ മൂന്ന് പേരും പണ്ട് തൊട്ടേ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. സ്കൂളിലെ ടൈം തൊട്ട് ഇതുവരെയും നമ്മൾ സ്റ്റിൽ അതേപോലെ തന്നെ കണക്ഷനുണ്ട്. ഞങ്ങളൊക്കെ എത്ര ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാലും അടിക്കടി മീറ്റ് ചെയ്യത്തോ ഒന്നുമില്ല. മാസങ്ങൾ കൂടുമ്പോൾ വല്ലതും ഇതേപോലെ മീറ്റ് ചെയ്താലായി. അപ്പോൾ ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് നമ്മുടെ മീറ്റിംഗ് സ്പോട്ട് തന്നെ വന്നിട്ട് ലുലു ആണ്. അതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കഥയും പറയാം, അതേപോലെ ചൂട് ഫീൽ ചെയ്യത്തുമില്ല. അങ്ങനെ ഏകദേശം 2 മണിക്കൂറിൻ്റെ സംഭാഷണത്തിലൊടുവിൽ നമുക്ക് എല്ലാവർക്കും വിശന്ന് തുടങ്ങിയതിനാൽ നേരെ ചിക്കനിൽ പോയി ഓർഡർ ചെയ്തു. അങ്ങനെ നമുക്ക് ഫുഡെല്ലാം ഓർഡർ ചെയ്തതിന് ശേഷം സഫിന് സ്പെഷ്യൽ മാംഗോ ഷേക്ക് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചതിനാൽ അവന് വേണ്ടി മാംഗോ ഷേക്ക് വാങ്ങിക്കാൻ ഞാൻ റീനും കൂടെ പോയി. അപ്പോഴാണ് നമ്മുടെ സ്കൂളിൽ പഠിപ്പിച്ച ഒരു സാറിനെ കാണുന്നത്. ആക്ച്വലി ഇങ്ങനെ വർഷങ്ങൾക്ക് ശേഷം സ്കൂളിൽ പഠിച്ച ആരെങ്കിലുമോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിപ്പിച്ച സാറിനെയോ ഒക്കെ മീറ്റ് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതമാണ് ഗൈസ്. അത്ഭുതമാണോ സന്തോഷമാണോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. അങ്ങനെ നമ്മൾ മീറ്റ് ചെയ്തതിൻ്റെ മിഷൻ 1 കംപ്ലീറ്റ് ആയി. അതായത് ഒരു വർഷത്തെ കഥ ഫുള്ള് നമ്മൾ പറഞ്ഞു തീർന്നിട്ടുണ്ട്. സെക്കൻഡ് മിഷൻ എന്ന് പറയുന്നത് കഴിച്ച ഫുഡെല്ലാം ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഒരു വാക്കാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്തത് ലുലു ഫാഷനാണ്. നമ്മൾ 3 പേരും നേരെ പോയി ലുലു ഫാഷൻ മുഴുവൻ കറങ്ങി ഗൈസ്. അങ്ങനെ ലുലു ഫാഷനിൽ നിന്ന് നേരെ ഹൈപ്പർ മാർക്കറ്റിലോട്ടും അവിടെ എനിക്ക് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തിറങ്ങി ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് ജ്യൂസൊക്കെ ട്രൈ ചെയ്തു. ആൻഡ് ഫൈനലി നമ്മൾ ബസ്സൊക്കെ കയറി തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് എത്തി. ബസ്സിൽ കയറുന്നതിന് മുമ്പേ സൈക്കോളജിക്കലായിട്ട് സഫിൻ സെപ്പറേറ്റ് ഒരു സീറ്റ് ഇരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും പെൺകുട്ടികൾ നിർഭാഗ്യവശാൽ അവൻ്റെ സീറ്റിൽ വന്നിരിക്കും എന്ന ഒരേ ഒരു പ്രതീക്ഷയിൽ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരു മാമനായിരുന്നു ഗൈസ് അവൻ്റെ കൂടെ ആയിരുന്നു. ഫൈനലി കുട്ടികളെല്ലാം വീട്ടിലോട്ട് യാത്ര അയച്ച് ഞാനും എൻ്റെ വീട്ടിലോട്ട് പോയി ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ.